കുക്ക് ചെയ്യാനുള്ളത് ബട്ടറും ഓലിവ് ഓയിലും മിക്സ്. ഓക്കെ, ഓലിവ് ഓയിൽ ഹെൽത്തിന് നല്ലതായത് കാരണം നമുക്ക് ഓലിവ് ഓയിൽ യൂസ് ചെയ്യുന്ന പ്രശ്നമില്ല. എന്നിട്ട് സവാള വഴറ്റും. അല്ല, സവാള വഴറ്റി നമ്മളിത് കുക്ക് ചെയ്യാൻ പോവല്ലേ ഇനി. പിന്നെ വെളുത്തുള്ളി, ഇത് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് റോസ്റ്റ് പംകിൻ സൂപ്പ്. ഇത് ഇപ്പോൾ ബട്ടർനട്ട് സ്ക്വാഷ് അല്ലെങ്കിൽ മത്തൻ്റെ നമ്മുടെ ഇന്ത്യൻ ടൈപ്പ് ഇല്ല. അപ്പം മത്തൻ്റെ പല ടൈപ്പിലുള്ളതിൽ ഉണ്ടാക്കാം. ഓരോന്നിനും ഓരോ ടേസ്റ്റ് ഉണ്ടാവും. ഇല്ല, അതിൽ ആദ്യം കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു, പിന്നെ 1 പോട്ടിലാക്കി. ഇത് ഏതിന്റെ നോൺ സ്റ്റിക്ക് പാത്രമാണ്? മിനോൾട്ട. അപ്പം ഇതിനകത്ത് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പാപ്രിക്ക. ഇല്ല, നമ്മളിത് കുക്ക് ചെയ്യാൻ പോവല്ലേ. അല്ല, ഇത് വെന്ത് കിട്ടണ്ട. ഇത് റോസ്റ്റ് ആവണം, സ്പൈസസിൽ റോസ്റ്റ് ആവണം. നീ കൂട്ടി വെച്ചതാ? കൂട്ടി വെച്ചു. ചുവന്ന മുളക്, ഒരു ചെറിയ സ്പൈസ്. മുന്നേ ഇട്ടത് അത് പാപ്രിക്ക. ഇതിപ്പോൾ ആ റോസ്റ്റ് ആവുമ്പോൾ നമുക്ക് ആ റോസ്റ്റ് പാപ്രിക്കേൻ്റെ സ്മെല്ല് വരുന്നുണ്ടോ? ഞാൻ വെക്കട്ടെ? ഇതിൽ ഉപ്പിടണം. നമ്മൾ കുക്ക് ചെയ്യാൻ പോകും. നമ്മൾ സ്റ്റോക്കിൽ കുക്ക് ചെയ്യാൻ പോവാം. ഇത് ഹിമാലയൻ റോക്ക് സോൾട്ട്. പൊടിക്ക് ആ ഒരു ചാട്ടിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി. നല്ല മണമുണ്ടല്ലേ. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റോക്ക് ആഡ് ചെയ്യാം. അല്ല, ഇതിപ്പോൾ നമുക്ക് ഇനി കുക്കാവാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് സ്റ്റോക്ക്, വെജിറ്റബിൾ സ്റ്റോക്ക്. ഇതൊന്ന് റോസ്റ്റ് ആവുന്നവരെ നമ്മളൊന്ന് തീ കൂട്ടി വെച്ചിട്ട് കൈ പൊള്ളുന്നു. ഉപ്പിടുമ്പോൾ എന്താവും? സവാള വേഗം കാരമലൈസ് ആവും. അപ്പം അതൊന്ന് റോസ്റ്റ് ആവാം. സാധാ ഉപ്പല്ല ഇതിനകത്ത് ഇടുക അല്ലേ? ഇതിൽ ഓൾറെഡി സ്റ്റോക്കിൽ ഉപ്പുണ്ട്. അതല്ലാതെ നമ്മൾ എക്സ്ട്രാ കുറച്ചൊരു ചാട്ട് മസാലയുള്ള റോക്ക് സോൾട്ട് ഒന്ന് യൂസ് ചെയ്യും. ഹിമാലയൻ റോക്ക് സോൾട്ട് യൂസ് ചെയ്യും. ഇതാ ഇപ്പോൾ റോസ്റ്റായി. ആ റോസ്റ്റ് ആവുന്ന മണം വരുന്നില്ലേ? എന്തോന്നു ഒന്ന് റോസ്റ്റ് ആയില്ലേ? ഇപ്പോൾ പംകിൻ റോസ്റ്റ് ചെയ്തതിൻ്റെ നല്ല സ്മെല്ലുണ്ട്. ഇനിയിപ്പോൾ സ്റ്റോക്ക് ആഡ് ചെയ്യാം. ഓക്കെ, വെജിറ്റബിൾ സ്റ്റോക്ക്. ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ്റെ ഫ്ലേവർ വരും. ഇത് വെജിറ്റബിൾ സ്റ്റോക്ക് ആഡ് ചെയ്യും. നമ്മളിത് പൊടിക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാം ഒന്നിച്ച് തന്നെ ചെയ്യണം. ഇത് ഒരു സിംഗിൾ പോട്ടിൽ ചെയ്യാവുന്ന ഒരു ഈസി സൂപ്പാണ്. അപ്പോൾ ഇത് നമ്മളിനി കുക്ക് ചെയ്യാൻ വിടാൻ പോവാം. ഏകദേശം എത്ര വിസിൽ വരെ പോകേണ്ടി വരും? 4-5 വിസിൽ പോയി കഴിഞ്ഞാൽ നല്ല സൂപ്പായിരിക്കും. അപ്പോൾ നമ്മൾ കുക്കർ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നമ്മൾ സൂപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ സൂപ്പ് ശരിക്കും പറഞ്ഞാൽ ആരോഗ്യത്തിന് വേണ്ടി. സൂപ്പ് ആരോഗ്യത്തിന് നല്ലതാണ്. ഈ വലിയൊരു റൈറ്റർ ജാക്ക് കാൻഫീൽഡ് എന്ന് അദ്ദേഹത്തിൻ്റെ പേര്. ജാക്ക് കാൻഫീൽഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എഴുതിയ ബുക്കിൻ്റെ സീരീസിൻ്റെ പേര് ചിക്കൻ സൂപ്പ് ഫോർ ദ സോൾ എന്നാണ്. അതായത് ചിക്കൻ സൂപ്പ് കുടിച്ച് കഴിഞ്ഞാൽ പനി മാറും. അപ്പം നമുക്ക് മനസ്സിൽ ഉള്ള വിഷമങ്ങൾ മാറാൻ വേണ്ടിയിട്ട് അദ്ദേഹം എഴുതിയ ബുക്സാണ് ചിക്കൻ സൂപ്പ് ഫോർ ദ സോൾ. അപ്പോൾ ഈ ഇംഗ്ലീഷുകാരുടെ പല യൂസേജസിലും സൂപ്പിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയും. ഇപ്പോൾ ആ ഗാർലിക്കിൻ്റെയും ഇനി ഒന്നും കൂടി വേണമല്ലേ? ഓക്കെ, 5 വിസിൽ 6 വിസിലായി കഴിഞ്ഞാൽ മട്ടൻ കുക്കായിട്ടുണ്ടാവും. എന്താ നല്ലോണം ഉടയണ്ടേ? അല്ല, അത് ഇനിയിപ്പോൾ ബ്ലെൻഡറിൽ ബ്ലെൻഡ് ചെയ്യും.
അപ്പോൾ ഈ ചൂടിൽ തന്നെ മൊത്തത്തിലായോ? നമ്മളിതിൽ ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. നോക്കട്ടെ. പക്ഷേ കുറച്ചും കൂടി കുക്കാവും. ഇത് ബ്ലെൻഡ് ചെയ്ത് കുക്ക് ചെയ്യുന്ന കാരണം നമ്മൾ ചെറുതായിട്ട് ഒന്നുകൂടെ കുക്ക് ചെയ്യും. ഒരു നുള്ളു പെപ്പർ, ആ ഒരു എരിവിന് വേണ്ടിയിട്ട് ഒരു നുള്ളു. പൊടിക്ക് വെള്ളം ഒഴിക്കാം. പാത്രം ഇത് ഉപയോഗിക്കാണ്ട് നോക്കുമ്പോൾ എന്തോ ഒരു അല്ലേ. ചൂടില്ല, ഇട്ട് ചൂട്. ഇനി ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മേളിൽ മല്ലിയില വെക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ വരും. തിളച്ചു കഴിഞ്ഞു. Done. Yay, done. ആക്ച്വലി പ്രസന്റേഷൻ എല്ലാം വേറെ ലെവലാണ്. ഒരു പൂച്ച തന്നെയാണ്. ഇതിനെ കണ്ടിട്ടോ? ഏതർത്ഥത്തിലാണ് ഇത് പൂച്ച? എല്ലാം കൊള്ളാം. അല്ല, എനിക്ക് മനസ്സിലായില്ല. ഇത് ഇൻസൾട്ട് അല്ലേ? പിന്നെ തീർച്ചയായും ഇത് പൂച്ച എന്ന് വിളിച്ചത് ഇൻസൾട്ട്. അങ്ങനെ വിളിക്കാൻ പാടില്ല. ഉള്ള കാര്യം പറയല്ല, മോശമാണ്. എലി, എലിയോ റാബിറ്റോ? സമ്മതിക്കത്തില്ല. ഇവിടെ ചീസ് പ്രസന്റ് കണ്ടോ? അപ്പൊ എലിയാണ്. ആണോ പംകിൻ? തിക് പംകിൻ ആണോ? ഇത് മുകളിലിട്ടിരിക്കുന്ന പെപ്പർ. പെപ്പർ സാധാരണ പെപ്പറും സോൾട്ടും സെപ്പറേറ്റ് കൊടുക്കണമെന്നല്ലേ? കൊടുക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പ്രസന്റേഷനിൽ തന്നെ അങ്ങ് നമുക്ക് സൂപ്പില് എപ്പോഴും സോൾട്ടും പെപ്പറും ഞാൻ കണ്ടിട്ടുള്ളതും കഴിച്ചിട്ടുള്ളതും. അത് കഴിക്കുന്നവരുടെ ചോയ്സാണ്. അതിന് ആഡ് ടു ടേസ്റ്റ് എന്നല്ലേ പറയാം. പിന്നെ ഇത് പംകിൻ ആയത് കാരണം ആ സ്വീറ്റ്നെസ് ഉണ്ടാവും. അതിലുള്ള അനിയനും സ്വീറ്റ് ആണ്. അപ്പോൾ ഒരു പൊടിക്ക് സ്പൈസി ചെയ്യാൻ വേണ്ടി കൈൻ പെപ്പർ യൂസ് ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ ക്രീം ഓഫ് പംകിൻ എന്ന് തന്നെ വിളിക്കുന്നത്. അതെ അല്ലേ? പിന്നെ അതിനകത്ത് ആഡ് ടു ടേസ്റ്റ് എടുത്ത് അതിനകത്ത് ഇടേണ്ട ആവശ്യമാണ്. അല്ല, ഇതിപ്പോ എന്റെ വക ഇരിക്കട്ടെ. അങ്ങനെ അത് പറയാ. നന്നായിട്ടുണ്ട്. ആ പ്രോഡക്റ്റ് ക്രിസ്പിനെസ് ഇല്ലാത്ത എന്താ? ഇത് ഡീപ് ഫ്രൈ ആണോ ചെയ്തത്? ഷാലോ ഫ്രൈ? ഷാലോ ആണ്. താങ്ക് യു. താങ്ക് യു.